അസ്സലാമലൈക്കും. അപ്പോൾ നമ്മളിന്ന് ചിറ്റിലപ്പള്ളിയിലേക്ക് പോവാണ് കേട്ടോ. എല്ലാവരും ഉണ്ട് കേട്ടോ. വൈക്കത്തിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവരെയും കൂട്ടി പോവുകയാണ് കേട്ടോ. എല്ലാവരും പോസ് ചെയ്യുവാണേ. അപ്പോൾ നമ്മൾ ചിറ്റിലപ്പള്ളിയിലേക്ക് എത്താറായിട്ടുണ്ടോ? അപ്പോൾ നമ്മൾ ചിറ്റിലപ്പള്ളിയിലേക്ക് എത്തിയിട്ടോ. അപ്പോൾ നമ്മളിവിടെ സെക്കൻഡ് ടൈമാണ് കേട്ടോ വരുന്നത്. ഇതിന് മുമ്പ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് ഫുൾ എൻജോയ്മെൻ്റ് ആണ് കേട്ടോ. പിള്ളേർ നമ്മൾ ഇറക്കി വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കളിച്ച് ക്ഷീണിച്ചാണ് വരുന്നത്. അത്രയ്ക്ക് എൻജോയ്മെൻ്റ് ആണ് കേട്ടോ ഇതിൻ്റെ അകത്ത്. അവർക്ക് ഒരുപാട് റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കും എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ അകത്ത് കയറിയാൽ. അപ്പോൾ ഞങ്ങൾ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവരുമായിട്ട് നമ്മളൊന്ന് കറങ്ങാൻ വന്നതാണ്. അപ്പോൾ ആങ്ങളയുടെ ബേബിക്ക് ഇവിടെ പോകണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അവളെയും കൊണ്ട് വന്നതാണ് കേട്ടോ. വെക്കേഷനൊക്കെ അല്ലേ, അപ്പോൾ പിള്ളേരൊന്ന് എൻജോയ്മെൻ്റ് ആക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ വന്നത്. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. ഇക്ക വരുന്നില്ല കേട്ടോ. ഇക്കക്ക് വേറൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ കുട്ടികളെ ഇറക്കി വിട്ടേക്കുവാണ്. ഇനിയിപ്പോൾ അവർ കളിച്ച് തിമിർത്ത് വരട്ടെ. ആത്തായിക്ക് ഒത്തിരി ഇഷ്ടമുള്ള റൈഡാണ് കേട്ടോ ഇത്. ആത്തായി എവിടെ പോയാലും ഈ റൈഡിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കയറിക്കൊണ്ടിരിക്കും കേട്ടോ. അവിടെ നിന്ന് പോകുന്ന വരെ അതിൽ തന്നെയായിരിക്കും. ആത്തായിയുടെ സന്തോഷം കണ്ട. ആത്തായിക്ക് വീഡിയോ എടുക്കുന്നിട്ട് നാണം വന്നിട്ടോ. പിന്നെ എന്നോട് പറയും, ഉമ്മ വീഡിയോ എടുക്കുന്നു. പാത്തായി അതിൽ സെറ്റായിട്ടോ. ഇതവിടുത്തെ ഒരു താമരക്കുളം പോലത്തെ ചെറിയൊരിത് ഇല്ല. ഇത് അവർ അങ്ങനെ സെറ്റ് ചെയ്തേക്കാണ് കേട്ടോ. വെള്ളച്ചാട്ടം പോലെ. അത് ഫിഷാണ് കേട്ടോ. ഇതിന് നമുക്ക് തീറ്റ കൊടുക്കാം കേട്ടോ. തീറ്റ കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഇക്കിളി ആക്കുവേ. കുറേ അരയന്നങ്ങളുണ്ട് കേട്ടോ അവിടെ. താത്ത എന്നെ വിളിച്ച് വീഡിയോ എടുപ്പിക്കുകയാണ് കേട്ടോ. ഉമ്മി എൻ്റെ വീഡിയോ എടുക്കുക, ഞാൻ റൈഡിൽ കയറുന്ന വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചെടുപ്പിക്കുന്നതാണ് കേട്ടോ. അതേ ഞങ്ങൾ സിപ്പ് ലൈനിൽ കയറി കേട്ടോ. അതെൻ്റെ ബ്രദറാണ് കേട്ടോ. സിപ്പ് ലൈൻ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ആദ്യമേ പേടിയായിരുന്നു കേട്ടോ കയറാൻ. പിന്നെ ബ്രദറിന് പേടി ഉണ്ടായില്ല. പക്ഷേ ഹൈറ്റിൽ ചെന്നപ്പോഴത്തേക്കും ഒരു ചെറിയ ടെൻഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ബ്രദറും എൻ്റെ മോളും കൂടിയാണ് കേട്ടോ ആദ്യം കയറുന്നത്. ഞാൻ മടിച്ചവിടെ ഇരിക്കുമായിരുന്നു. എനിക്ക് പേടിയുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ കയറിയില്ലായിരുന്നു. മേളിൽ ചെന്നതിനകത്തേക്കും എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ. അങ്ങനെ ഞാൻ തിരിച്ചിറങ്ങി പോന്നായിരുന്നു. പക്ഷേ മോള് 3 വട്ടം കയറി കേട്ടോ സിപ്പ് ലൈനിൽ. അവൾക്ക് പേടിയൊന്നുമില്ല. ഹസ്ബൻഡും കയറിയായിരുന്നു അന്ന്. ഇപ്പം മോളാണ് കേട്ടോ കയറുന്നത്. അവൾ കൂളാണ് കേട്ടോ. അവൾക്ക് ഇതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇവിടെ. പിന്നെ ഇപ്പം ഞാനാണ് കേട്ടോ കയറുന്നത്. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ആ പുള്ളി എന്നെ തള്ളി വിട്ടതാണ് കേട്ടോ. ഇതിൻ്റെ ഉമ്മയാണ് ആത്തായി, ഞാൻ ആലിയ. ഞങ്ങളിപ്പോൾ സൈക്കിൾ റൈഡിലാണ് കേട്ടോ. പുറകിൽ നാത്തൂൻ, എൻ്റെ ബ്രദറ്, പിള്ളേരും കൂടി വരുന്നുണ്ട്. പിന്നെ ആത്തായി പിന്നെ അച്ഛലൂനും കൂടി കളിക്കാനുള്ള ഏരിയ ആണ് കേട്ടോ ഇത്. തീരെ കുട്ടികൾക്ക് മാത്രമേ ഇവിടെ കളിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അവരെ ഇതിൻ്റെ അകത്ത് കയറ്റിയിട്ട് ഞാനൊന്ന് സൈക്കിൾ റൈഡ് ചെയ്യാൻ വേണ്ടി പോയതാണ്. പക്ഷേ ആത്തായി ഒട്ടും സമ്മതിക്കണില്ല. അങ്ങനെ പിന്നെ ഞാനിവിടെ നിന്ന് ഫോട്ടോ എടുത്തത്. ബാക്കിൽ പോകുന്നുണ്ടല്ലേ, ആങ്ങളെയും ഭാര്യയും മക്കളും എൻ്റെ മോളും എല്ലാവരും ഉണ്ട് കേട്ടോ. എല്ലാവരും റൈഡ് ചെയ്യുകയാണ് കേട്ടോ. ആത്തായി എന്നെ വിടാത്തതുകൊണ്ട് ഞാനിവിടെ പെട്ടിരിക്കുകയാണ് ഗൈസ്. ആത്തായിനെ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ റൈഡിൽ കേട്ടത്. പിന്നെ ഉമ്മി സൈക്കിൾ എക്സ്പീരിയൻസ് ചെയ്യാൻ കേട്ടോ. ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഉമ്മ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനെ സൈക്കിൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ മാജിക് ഷോ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ബ്രദറിനെ വിളിച്ചിട്ടാണ് കേട്ടോ മാജിക് ഷോ ചെയ്യിക്കുന്നത്. പുള്ളി സൂപ്പറായിരുന്നു കേട്ടോ. ഒരുപാട് മാജിക് ഷോ കാണിച്ചു. പക്ഷേ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ലാസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ എടുത്തത്.
മുത്തായിനായാലും ഇവിടെ നല്ല ഭംഗിയുള്ള ലൈറ്റായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഫോട്ടോ എടുത്താണ് കേട്ടോ. പിന്നെ ഇത് ആലിയ വീണ്ടും കയറാൻ വരുന്നുണ്ട് കേട്ടോ. ആലിയക്ക് ഇത് സിപ്പ് ലൈൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൈസാണ്. ആലിയക്ക് ഇനിയും കയറണം. അങ്ങനെ നമ്മൾ പോകുന്ന വരെയും ആലിയായും ബ്രദറും സിപ്പ് ലൈൻ തന്നെയായിരുന്നു കേട്ടോ കണ്ടിന്യൂസ് ആയിട്ട്. ഞാനും നാത്തൂനും ഒരു റൗണ്ടേ കയറിയുള്ളൂ. നാത്തൂൻ്റെ വീഡിയോ കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനും നാത്തൂനും ഒരു വട്ടേ കയറിയുള്ളൂ. പിന്നെ ബ്രദറും ആലിയയാണ് ഫുൾ ടൈം സിപ്പ് ലൈനായിരുന്നു. പിന്നെ അവിടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആലിയ ജസ്റ്റ് ഒന്ന് സിംഗ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ലേറ്റായിട്ടോ, നൈറ്റായി. അപ്പോൾ നമ്മൾ പോവാണ് കേട്ടോ തിരിച്ച്.